NSSന്റെ സർക്കാർ അനുകൂല നിലപാടിനെതിരെ പരസ്യ പ്രതിഷേധവുമായി കൂടുതൽ കരയോഗങ്ങൾ രംഗത്ത്. നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർക്ക് ആദരാഞ്ജലികൾ എന്ന് വിമർശിച്ച് ഫ്ലക്സുകൾ സ്ഥാപിച്ചു. ജനറൽ സെക്രട്ടറി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിനെതിരെ അതൃപ്തി വ്യാപകമാവുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രവീൺ, സുകുമാരൻ നായരുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും വിയോജിപ്പുകളും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. എന്തായാലും NSSൽ ജി സുകുമാരൻ നായർക്കെതിരെ ഒരു പടയൊരുക്കമല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത്? ഗുഡ് മോർണിംഗ് റോഷ്നി. തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. പത്തനംതിട്ട ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടിടങ്ങളിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒന്ന് പത്തനംതിട്ട നഗരത്തിലെ തന്നെ വെട്ടിപ്പുറം NSS കരയോഗത്തിന് മുന്നിലും, മറ്റൊന്ന് പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ലാക്കൂർ എന്ന സ്ഥലത്ത്, അവിടെ പ്രമാടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപവുമാണ് NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ രണ്ട് ബാനറുകൾക്കും സമാന സ്വഭാവമുണ്ട്. കാരണം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാചകങ്ങൾ ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് കരയോഗങ്ങളുടെയും പ്രസിഡന്റുമാരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് തങ്ങളുടെ അറിവില്ലാതെയാണ് ഇത്തരത്തിലൊരു ബാനർ ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയർത്തിയത് എന്നാണ്. വെട്ടിപ്പുറത്താണെങ്കിൽ ഈ NSS കരയോഗത്തിന്റെ കോമ്പൗണ്ടിനുള്ളിലാണ് ഈ ബാനർ ഉയർന്നത്. അതേസമയം പ്രമാടത്താണെങ്കിൽ അവിടെ കരയോഗത്തിന്റെ ഓഫീസിന് ഏകദേശം 500 മീറ്റർ മാറിയാണ് ഈ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടത്. രണ്ട് ബാനറിലെയും വാചകങ്ങൾ ഒന്ന് തന്നെ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഒരിടത്ത് തന്നെ നിർമ്മിച്ചതാകാനുള്ള സാധ്യതയുണ്ട്. ഒരു അഭിപ്രായം ഇപ്പോൾ വരുന്നത്, അതായത് ശബരിമല വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി എടുത്ത നിലപാടിനോട് സമുദായത്തിനുള്ളിൽ തന്നെ അംഗങ്ങൾക്ക് വിയോജിപ്പുകളുണ്ട്. പക്ഷേ അത് ഒരു പരസ്യ പ്രസ്താവനയിലൂടെ കൂടുതലായി പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ വികാരമുള്ളവർ ഒരു പക്ഷേ ഇത്തരം ഫ്ലക്സുകളിലൂടെ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് ആയിരിക്കാം എന്ന ഒരു വിലയിരുത്തലാണുള്ളത്. പക്ഷേ കരയോഗം പ്രസിഡന്റുമാർ ഇതിനെ അനുകൂലിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഈ കരയോഗത്തിന്റെ പൊതുയോഗം ചേരാറുണ്ട്. കഴിഞ്ഞ പൊതുയോഗങ്ങളിലൊന്നും NSS ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള ഒരു വികാരമൊന്നും അംഗങ്ങൾ പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം ആദ്യത്തെ ഞായറാഴ്ച പൊതുയോഗം ചേരും. ആ യോഗത്തിൽ എല്ലാ അംഗങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും. അതിനുശേഷം കരയോഗത്തിൻ്റെതായിട്ടുള്ള നിലപാടെടുക്കും എന്ന് മാത്രമാണ് ആ കരയോഗം പ്രസിഡന്റുമാർ അറിയിക്കുന്നത്. അതായത് കൃത്യമായും സമുദായത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ഈ ശബരിമല വിഷയത്തിൽ ഇടത് സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി രംഗത്ത് വന്ന വിഷയത്തിൽ സമുദായ അംഗങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ തന്നെ എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഫ്ലക്സിന്റെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും കൂടുതൽ കരയോഗങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ ഉള്ളവർ ഒരുപക്ഷെ അവരുടെ ആദ്യ പ്രതികരണം അല്ലെങ്കിൽ ആദ്യത്തെ അവരുടെ പ്രതികരണം എന്ന നിലയിൽ ഈ ഫ്ലക്സുകൾ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇതുവരെയും പോയിട്ടില്ല. മറ്റൊന്ന്, നമുക്കറിയാം നേരത്തെ തന്നെ പന്തളം കൊട്ടാരം ഉൾപ്പെടെ ഈ ഒരു ശബരിമല വിഷയത്തിൽ അവർ ഒരു കാര്യം പറഞ്ഞിരുന്നത്, നേരത്തെ ശബരിമല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ നാമജപ ഘോഷയാത്രകളും സമരങ്ങളും ഒക്കെ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിരവധി കേസുകൾ എടുത്തിരുന്നു. ആ കേസുകളൊന്നും ഇതുവരെ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതിൽ നായർ സമുദായാംഗങ്ങളും ഉണ്ടാകും. ഒരുപക്ഷെ അത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെയും കേസുകൾ പിൻവലിക്കാത്തൊരു സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ളൊരു വികാരം LDF സർക്കാരിനെതിരെയുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ കൂടി NSS ജനറൽ സെക്രട്ടറി ശബരിമല വിഷയത്തിൽ ഇടത് സർക്കാരിനെ അനുകൂലിക്കുമ്പോൾ നായർ സമുദായാംഗങ്ങൾക്കിടയിൽ തന്നെ അതിനെതിരെ ഒരു അഭിപ്രായം ഉയരുന്നു. അതിന്റെ ഒരു പ്രകടനം അല്ലെങ്കിൽ അവരത് പ്രകടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഫ്ലക്സുകളിലൂടെയാണ് എന്ന ഒരു അഭിപ്രായം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ കൂടുതൽ കരയോഗങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ സൂചകമായിട്ടുള്ള ഫ്ലക്സുകൾ ഉയരാനുള്ള സാധ്യത തന്നെയാണുള്ളത്. റോഷ്നി. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.